ഡയറ്റിംഗ് ഇന്ന് ഏറ്റവും സെലിബ്രേറ്റഡ് ആയിട്ടുള്ള വാക്കുകളിൽ ഒന്നായിട്ട് മാറിയിരിക്കുകയാണ് ഡയറ്റിംഗ്. എന്താണ് ഈ ഡയറ്റിംഗ് എന്നറിയുമോ? അതായത് നമ്മളുടെ ശരീരത്തിന് ഒന്നെങ്കിൽ വണ്ണം വെക്കാൻ, അല്ലെങ്കിൽ വണ്ണം കുറയ്ക്കാൻ, അല്ലെങ്കിൽ വണ്ണം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഭക്ഷണത്തിൽ വരുത്തുന്ന മാറ്റങ്ങളെയാണ് ബേസിക്കലി ഡയറ്റിംഗ് എന്ന് പറയുക. അപ്പം ഈ ഡയറ്റിംഗ് എന്ന് പറയുമ്പം അതിനൊരു മെഡിക്കൽ ടെർമിനോളജിയുടെ സ്ഥാനം കിട്ടുന്നത് ഇത് ഒരു ഹെൽത്ത് ഇഷ്യൂ ആയി കഴിഞ്ഞ പിന്നെയാണ്. അതായത് ഇന്നത്തെ കാലത്ത് നമ്മുടെ ആൾക്കാരുടെ ഇടയിൽ കാണുന്ന അൺഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സ് കാരണം അവരിലുണ്ടായത്, അതായത് ആരോഗ്യകരമില്ലാത്ത ഭക്ഷണ രീതി കാരണം ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ കാരണമാണ് ഡയറ്റിങ്ങിന് ഇന്ന് ഇത്രയധികം പ്രാധാന്യം നമ്മുടെ സൊസൈറ്റിയിൽ കിട്ടിത്തുടങ്ങിയത്. അപ്പം ഡയറ്റിങ്ങിൽ ഭക്ഷണം ക്രമീകരിക്കുക എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് ഭക്ഷണം കൂട്ടുകയോ കുറയ്ക്കുകയോ അല്ലെങ്കിൽ അതിലോട്ട് എന്തെങ്കിലും ആഡ് ചെയ്യുകയോ ചെയ്താൽ നമ്മൾ ഈ സംഭവത്തെ ഡയറ്റിംഗ് എന്ന് മൊത്തത്തിൽ പറയാം. അപ്പൊ ഡയറ്റിങ്ങിന് വേറെ പല മെഡിക്കൽ ഉദ്ദേശങ്ങളും ഉണ്ട്. പലപ്പോഴും പല ഡോക്ടേഴ്സ് ഡയറ്റ് ചെയ്യാൻ പറയാറുണ്ട്. അപ്പൊ അതിന്റെ കാരണങ്ങൾ എന്ന് വെച്ചാൽ ചില അസുഖങ്ങളുണ്ട്, ലൈക്ക് ഡയബറ്റീസ് അല്ലെങ്കിൽ പ്രമേഹം, ഹൈപ്പർ ടെൻഷൻ, അതായത് BP കൂടുക, അങ്ങനത്തെ ഒരു അവസ്ഥ. പിന്നെ ഹൈപ്പർ ലിപ്പിഡീമിയ അല്ലെങ്കിൽ ഡിസ്ലിപ്പിഡീമിയ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കൊളസ്ട്രോൾ കൂടി എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, ആ ഒരു അവസ്ഥ വരിക. അല്ലെങ്കിൽ PCOD, പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ്. ഇപ്പൊ സ്ത്രീകളിൽ ഒരു 60 തൊട്ട് 70% സ്ത്രീകളിലും കാണപ്പെടുന്ന ഒരു അവസ്ഥയാണ് PCOD. അങ്ങനെ ഒരു അവസ്ഥ വരിക. അല്ലെങ്കിൽ തൈറോയിഡ് ഡിസോർഡേഴ്സ് വരിക. തൈറോയിഡ് ഗ്രന്ഥിയുടെ ഫങ്ഷൻസിൽ, അതിൻ്റെ പ്രവർത്തനത്തിൽ വരുന്ന വ്യതിയാനങ്ങൾ മൂലം ചില അസുഖങ്ങൾ വന്നു ചേരാറുണ്ട്. അപ്പൊ അതിന് നമ്മൾ ഡയറ്റിംഗ് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ വരുന്ന അവസ്ഥകൾ എന്ന് വെച്ചാൽ എൻഡോക്രൈൻ ഡിസീസസിൽ, പല എൻഡോക്രൈൻ ഡിസീസസിലും നമുക്ക് ഡയറ്റ് ചെയ്യത്തക്ക ഒരവസ്ഥ പലപ്പോഴും പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്, ഡോക്ടേഴ്സ് ചെയ്യണം എന്ന് പറഞ്ഞു വിടാറുണ്ട്. പിന്നെ അമിതവണ്ണം, അത് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. പക്ഷേ ഇന്ന് നമ്മൾ ശരിക്കും ഡയറ്റിംഗ് ഇതിന് മാത്രമാണോ ഉപയോഗിക്കണമെന്ന് ഒന്നുകൂടി ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇതിനേലുമൊക്കെ ഉപരി ഉപയോഗിക്കുന്നത് കുറച്ചുകൂടെ കോസ്മെറ്റിക് കൺസേൺ, സൗന്ദര്യവർദ്ധനം അല്ലെങ്കിൽ വർദ്ധനവ് അല്ലെങ്കിൽ സൗന്ദര്യത്തിന്റെ കൺസെപ്റ്റിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഡയറ്റ് ഇന്നത്തെ കാലത്ത്, ഇന്നത്തെ ലോകത്ത് കൂടുതലും ഉപയോഗിക്കുന്നത്. ആരോഗ്യമാണ് പ്രധാനം എന്നുള്ളത് വിസ്മരിച്ചുകൊണ്ട് തന്നെ അതിനൊരു സൗന്ദര്യത്തിന്റെ പരിവേഷം ചേർക്കാനാണ് ഡയറ്റിങ്ങിന്റെ ഇന്നത്തെ ഒരു ശ്രമം. അതുകൊണ്ട് തന്നെയാണ് ഡയറ്റിംഗ് ഇത്രയധികം മാർക്കറ്റ് ചെയ്യപ്പെടുകയും ഇത്രയധികം തെറ്റിദ്ധരിക്കപ്പെടുകയും ഇത്രയധികം എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുകയും ആയ ഒരു ഫീൽഡായി മാറിയിരിക്കുന്നത്. അപ്പൊ പലതരം ഡയറ്റ്സ് ഉണ്ട്. അപ്പം ഡയറ്റ്സ് എന്ന് പറയുമ്പം ഒരു ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഒരു നേരം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അല്ലെങ്കിൽ ഒരു ദിവസം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ഈ ഭക്ഷണത്തിൽ ഏതൊക്കെ ഘടകങ്ങളാണ് അത്യാവശ്യമായിട്ട് വേണ്ടതെന്ന് ആദ്യം അറിയണം. നമ്മൾ കുട്ടിക്കാലം മുതൽ പഠിച്ചു പോരുന്നതാണ്. ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ് മുതൽ നമ്മൾ ഭക്ഷണത്തിലെ ഘടകങ്ങളെ കുറിച്ച് പഠിക്കും അല്ലേ. അന്നജം, കാർബോഹൈഡ്രേറ്റ്സ്, പിന്നെ ജീവകം, പ്രോട്ടീൻസ്, വൈറ്റമിൻസ്, മിനറൽസ്, ലിപ്പിഡ്സ്, വാട്ടർ, ഇതെല്ലാം നമ്മൾ പഠിക്കുന്നത്. ഇതെല്ലാം ഓരോ ഘടകമായിട്ട് എന്തിലൊക്കെ എന്ത് കിട്ടുന്നു നമ്മൾ കാണാപ്പാടം പഠിച്ചു പോകുന്ന കാര്യങ്ങളാണ്. പലപ്പോഴും നമ്മളൊരു ഡയറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇവയെല്ലാം പ്രോപ്പറായിട്ട് നമ്മുടെ ഡയറ്റിൽ കാണില്ല. ഇതിൻ്റെയൊക്കെ അളവിന് ബേസ് ചെയ്തിട്ടാണ് ഇപ്പൊ പലതരം ഡയറ്റുകൾ വന്നിട്ടുള്ളത്. അതായത് ലോ ഫാറ്റ് ഡയറ്റ്. ഫാറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ബാക്കി ഏത് ഭക്ഷണത്തിൽ നിന്നും കിട്ടുന്ന കാലറീസ് അല്ലെങ്കിൽ എനർജി, നമുക്ക് എന്ത് ജോലി ചെയ്യാനും നമുക്ക് എനർജി വേണം. ആ എനർജീനെ കാലറീസിന്റെ അളവിലാണ് നമ്മുടെ ശരീരത്തിൽ പറയപ്പെടുന്നത്. അപ്പൊ ഈ കാലറീസ് ഏറ്റവും കൂടുതൽ പ്രൊവൈഡ് ചെയ്യണം. അതായത് ഒരു പ്രോട്ടീനിന്റെ ഒരു യൂണിറ്റിൽ നിന്ന് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റിന്റെ ഒരു യൂണിറ്റിൽ നിന്ന് കിട്ടുന്ന എനർജിയുടെ നേരെ ഇരട്ടി എനർജി ലെവൽസ് ആണ് നമുക്ക് ഓയിലിൽ നിന്ന് കിട്ടുന്നത്, ഫാറ്റിൽ നിന്ന് കിട്ടുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ ലോ ഫാറ്റ് ഡയറ്റ് ട്രൈ ചെയ്താൽ നമുക്ക് കാലറീസ് ഇല്ലല്ലോ. കാലറീസ് ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ വണ്ണം വെക്കില്ല. നമ്മളുടെ ശരീരത്തിലുള്ള ദുർമേധസ്സാണല്ലോ ഈ ഫാറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഫാറ്റ് കുറയ്ക്കാനായിട്ട് ലോ ഫാറ്റ് ഡയറ്റ് ഫോളോ ചെയ്യും. ലോ ഫാറ്റ് ഡയറ്റ് നല്ലതാണോ എന്ന് ചോദിച്ചാൽ നല്ലതാണ്. ഓവറായിട്ട്, അതായത് മോർബിഡ്ലി ഒബീസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ, അല്ലെങ്കിൽ കാർഡിയാക് അസുഖങ്ങൾ, ഹൃദ്രോഗങ്ങൾ വളരെയേറെ മൂർധന്യാവസ്ഥയിൽ എത്തിയിരിക്കുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ BP ആ ഒരു ലെവലിൽ എത്തിയിരിക്കുന്ന ആൾക്കാർ, അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് നമുക്ക് ലോ ഫാറ്റ് ഡയറ്റ് ഓക്കെയാണ്. പക്ഷെ എല്ലാവർക്കും അത് ഓക്കെ ആണോ? ലോ ഫാറ്റ് ഡയറ്റ് കഴിച്ചാൽ സ്വാഭാവികമായിട്ട് വെയിറ്റ് കുറയാൻ തുടങ്ങും. അപ്പൊ അത് എല്ലാവർക്കും ഓക്കെ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. കാരണം എന്താന്ന് വെച്ചാൽ നമ്മളിൽ ചില വൈറ്റമിൻസ്, നമ്മൾ വൈറ്റമിൻസിനെ തന്നെ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. വാട്ടർ സോളിബിൾ വൈറ്റമിൻസ്, അതായത് ജലത്തിൽ ലയിക്കുന്നതും ഓയിലിൽ ഫാറ്റ് സോളിബിൾ വൈറ്റമിൻസ്. നമ്മൾ ഫാറ്റ് പൂർണ്ണമായിട്ടും മാറ്റിക്കഴിഞ്ഞാൽ, നമ്മുടെ ബോഡിയിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഉണ്ടാവാൻ പോണത് എന്താന്ന് വെച്ചാൽ ഈ ഫാറ്റ് സോളിബിൾ വൈറ്റമിൻസ് നമ്മുടെ ബോഡിക്ക് കിട്ടാണ്ടാവും, ബോഡിക്ക് എടുക്കാൻ പറ്റാതെയാവും. ഫാറ്റിൽ സോളിബിൾ അല്ലാത്ത അവസ്ഥയിൽ ബോഡിക്ക് ആ വൈറ്റമിൻസിനെ അബ്സോർബ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ആ വൈറ്റമിൻസിന്റെ ഡെഫിഷ്യൻസി വരും. അപ്പൊ ഈ ലോ ഫാറ്റ് ഡയറ്റ്
ചിലർക്ക് ഓക്കെ ആണ്, പക്ഷെ എല്ലാവർക്കും ഓക്കെ അല്ല. ഓക്കെ, അടുത്ത ഡയറ്റ് നമ്മൾ പറയുന്നത് ലോ കാർബ് ഡയറ്റ് ആണ്. അതും വളരെയേറെ സെലിബ്രേറ്റഡ് ഡയറ്റ് ആണ്. അതായത് അരി ആഹാരം ഞാൻ കഴിക്കുന്നില്ല, ഗോതമ്പ് ഞാൻ കഴിക്കുന്നില്ല, ഇതൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. ഇങ്ങനെയൊക്കെ കഴിച്ചിട്ടാണ് ഞാൻ ഈ അവസ്ഥയിലേക്ക് വന്നു ചേർന്നത്. പക്ഷെ അതൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു അവസ്ഥയാണോ എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം. നമ്മൾ ഭക്ഷണമായി കഴിച്ചു തുടങ്ങുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ, നമ്മുടെ കൾച്ചറിന്റെ ഒരു ഭാഗമാണ്. കുട്ടികൾക്ക് ചോറൂണ് അല്ലെ, ഒരു 5th 6th മന്ത് ആകുമ്പോഴത്തേക്കും കുഞ്ഞുങ്ങൾക്ക് ചോറൂണ് കൂടെ. അപ്പൊ ഈ ചോറ് എന്ന് പറഞ്ഞ സാധനം അന്ന് മുതൽ നമ്മളുടെ കൂടെ നടക്കുന്ന സാധനമാണ്. കാർബിന്റെ റെപ്രസെന്റേഷൻ ആണ് ഈ ചോറ്, കാർബോഹൈഡ്രേറ്റ്സിന്റെ. അപ്പൊ ഈ സാധനം ഒരു സുപ്രഭാതത്തിൽ നമ്മൾ കഴിക്കുന്നില്ല എന്ന് ഡിക്ലെയർ ചെയ്ത് കഴിക്കാതിരുന്നാൽ എത്ര നാള് നമ്മുടെ ബോഡിക്ക് അത് പെർസിസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ പറ്റില്ല. നമ്മുടെ ബോഡിക്ക് അതിനോടൊരു പ്രത്യേക തരം ക്രേവിങ് കാണും. നമ്മളിങ്ങനെ ഇത് കൺട്രോൾ ചെയ്ത് വന്ന് ഒരു പരിധി കഴിയുമ്പോഴത്തേക്കും കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ടാവുമ്പോൾ നമ്മൾ ഇതെല്ലാം ഒരു അണമുട്ടിയ പോലെ കാർബ്സ് ഒക്കെ കഴിച്ച് വീണ്ടും പഴയ അവസ്ഥയിലേക്ക് വന്നു ചേരും. അപ്പം ലോ കാർബ് ഡയറ്റ് ഒരു തരം ഡയറ്റാണ്, ഓക്കെയാണ്. അതിനും കുറച്ച് റെസ്ട്രിക്ഷൻസും കുറച്ച് ലിമിറ്റേഷൻസും ഉണ്ട്. എല്ലാവർക്കും ലോ കാർബ് ഡയറ്റ് വയബിൾ അല്ല, നമുക്കത് സജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഉള്ളത് ലോ കാലറി ഡയറ്റ് ആണ്. ലോ കാലറി ഡയറ്റ് എന്ന് വെച്ചാൽ നമുക്ക് എത്ര എനർജി വേണോ അതിൽ നിന്ന് കുറച്ച് എനർജി കുറച്ചൊരു ഡയറ്റ് കൊടുക്കുക. അത് ഓക്കെ, യൂസ്ഫുൾ ആണ്. നമ്മളിപ്പം എക്സസൈസ് ഒന്നും ചെയ്യുന്നില്ല, നമ്മൾ വീട്ടിൽ നിന്ന് പോകുന്നു, ഓഫീസിൽ ഇരിക്കുന്നു, അല്ലെങ്കിൽ വീട്ടിലെ ചെറിയ ചെറിയ ജോലികൾ, മെഷീൻ ചെയ്യുന്ന ജോലികളെല്ലാം ചെയ്ത് ടിവിയുടെ മുന്നിൽ ഇരിക്കുന്നു, സീരിയൽ കാണുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഒന്ന് ചെടികൾക്കൊക്കെ നിന്ന് നനക്കുന്നു, പൈപ്പ് വെച്ച് കോരിയല്ല അപ്പൊ ഇത്രയൊക്കെ ജോലികൾ മാത്രം നമ്മൾ ചെയ്യുന്ന നമുക്ക് കാലറീസിന്റെ ആവശ്യം കുറവാണ്. അപ്പൊ അവിടെ നമ്മൾ വെറുതെ ഹൈ കാലറി എന്ന് വെച്ചാൽ എനർജി ഗിവിങ് ഡയറ്റ്. അപ്പൊ ഈ എനർജി കൂടുതൽ കിട്ടുന്നതായ ഭക്ഷണത്തെ കുറച്ചിട്ട് ലോ കാലറി ഡയറ്റ്, അത് ഒരു കാറ്റഗറി ഓഫ് ഡയറ്റ് ആണ്. അപ്പൊ ആ കാറ്റഗറി ഓഫ് ഡയറ്റ് ഫോളോ ചെയ്താൽ നമുക്ക് പ്ലസ് ആയിരിക്കാം. പക്ഷെ ലോ കാലറി ഡയറ്റ് ഈ ഫാഷനബിൾ ആയിട്ട് യൂസ് ചെയ്ത് വരുമ്പോൾ പലപ്പോഴും നമ്മുടെ ബേസിക് നീഡ്സ് നടക്കാതെ വരും. അപ്പൊ അങ്ങനെ നടക്കാതെ വന്നാൽ ഈ ലോ കാലറി ഡയറ്റ് അവിടെ ഒരു ബെയിനായിട്ട് വരാം, നമുക്കൊരു നെഗറ്റീവ് ഇഫക്റ്റ് കൊണ്ടുവന്നിരിക്കാം. പിന്നെ വെരി ലോ കാലറി ഡയറ്റ്, അതൊക്കെ സാധാരണഗതിയിൽ ഈ സൗന്ദര്യ മത്സരങ്ങൾക്ക് പോവുകയോ അല്ലെങ്കിൽ മോഡലിംഗ് ഫീൽഡിൽ നിലനിൽക്കുകയോ ഒക്കെ ചെയ്യുന്ന ആൾക്കാർ അത് ഫോളോ ചെയ്യാറുണ്ട്. വെരി ലോ കാലറി ഡയറ്റ് അതൊന്നും ശരിക്കും പ്രാക്ടിക്കലി പറ്റുന്ന ടൈപ്പ് ഡയറ്റ്സ് അല്ല. അവിടെയും കാലറി തീരെ കുറഞ്ഞടങ്ങി, അതായത് 1-2 ഫ്രൂട്ട്സോ 1-2 വെജിറ്റബിൾസോ 1-2 പാനീയങ്ങൾ മാത്രം ഒരു ദിവസം കഴിച്ചു പോകുന്ന ഒരു ഡയറ്റാണ് വെരി ലോ കാലറി ഡയറ്റ്. അതിൽ തന്നെ വാട്ടർ ഡയറ്റിംഗ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട്. ബിക്കോസ് 0 കാലറി തരുന്ന ഒരേ ഒരു ഫുഡ് എന്ന് പറയാൻ വാട്ടർ മാത്രമാണ്. അപ്പൊ അതൊക്കെ കഴിച്ച് നമ്മൾ എടുക്കുന്ന ഡയറ്റിങ്ങിനെയാണ് നമ്മൾ വെരി ലോ കാലറി ഡയറ്റ് പറയുക. പിന്നെ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. ഫാസ്റ്റിംഗ് മെത്തേഡ് വർക്കൗട്ട് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ശരിയാണ്. നമ്മൾ എനർജി കിട്ടേണ്ട സാധനം കഴിക്കുന്നേ ഇല്ല, അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മുടെ ശരീരഭാരം കുറയണമല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ സിമ്പിൾ ആയിട്ടൊരു ചോദ്യം ഇങ്ങനെ അങ്ങോട്ട് നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി പറയുകയാണ്. അതായത് റംദാൻ മാസത്തില് അത്രയും ദിവസങ്ങൾ ഓൾമോസ്റ്റ് ടോട്ടൽ ഫാസ്റ്റിംഗ് ആണ്, ഫുൾ ഡേ ഫാസ്റ്റിംഗ് ആണ്, വെള്ളം പോലും കുടിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കമ്മ്യൂണിറ്റി, നമ്മുടെ മുസ്ലിം സഹോദരന്മാര് റംദാൻ മാസം കഴിയുമ്പം നല്ല മെലിഞ്ഞ് നല്ല ഷേപ്പ്ലി ആയി നല്ല ഡയറ്റഡ് ആയിട്ടുള്ള ബോഡി ആയിട്ടായിരിക്കണമല്ലോ നമ്മുടെ മുന്നിൽ കാണാൻ. പക്ഷെ അങ്ങനെയൊന്നും കാണുന്നില്ല. കാരണം എന്താണ്? ബിക്കോസ് ഫാസ്റ്റിംഗ് ഒരിക്കലും ഒരു ശാശ്വത പരിഹാരമല്ല. അപ്പൊ ഇതിൻ്റെയൊക്കെ ഒരു സൈഡ് എഫക്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും ഈ തരത്തിലുള്ള ഡയറ്റിംഗ് എടുക്കുമ്പോൾ നമ്മുടെ ബോഡി സ്വിച്ച് ഓൺ ചെയ്യും സ്റ്റാർവേഷൻ മോഡിലേക്ക്. സ്റ്റാർവേഷൻ മോഡ് എന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് വെള്ളവും ഫുഡും ഒന്നും കിട്ടാത്തൊരവസ്ഥ വന്നാലും നമ്മുടെ ബോഡി കുറച്ച് നാൾ പിടിച്ചു നിൽക്കും. അപ്പൊ ബോഡി ചെയ്യാൻ പോണ എന്താന്ന് വെച്ചാൽ കിട്ടുന്ന സാധനം എപ്പോൾ കിട്ടിയാലും അത് കൊണ്ടുപോയി സ്റ്റോർ ചെയ്യും. ബോഡിക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് ഇപ്പൊ ബാങ്കിൽ നമുക്ക് പൈസയായിട്ട് ഇടാൻ പറ്റുന്ന പൈസയായിട്ടല്ലേ ഇടാൻ പറ്റുള്ളൂ. നമുക്ക് നമ്മുടെ ലാൻഡ് കൊണ്ടുപോയി ബാങ്കിൽ ഇടാൻ പറ്റാത്തത് പോലെ തന്നെ ബോഡിയിലും സ്റ്റോർ ചെയ്യാൻ ഒരേ ഒരു ഫോം ഫാറ്റാണ്, കൊഴുപ്പാണ്. ഈ കൊഴുപ്പായിട്ട് ബോഡി ഇതിനെ കൊണ്ട് സ്റ്റോർ ചെയ്യും. പക്ഷെ ഈ സ്റ്റോർ ചെയ്യുന്ന കൊഴുപ്പിനെ തിരിച്ചെടുക്കാൻ ഇച്ചിരി പാടാം. ഫിക്സഡ് പോലെയാണ്, ഒരു ടൈം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു എഫേർട്ട് കഴിഞ്ഞാലേ എടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഫാറ്റ് അവിടെ ഡെപ്പോസിറ്റഡ് ആവും. അപ്പൊ നമ്മൾ ഫാസ്റ്റ് ചെയ്താലും നമ്മുടെ ബോഡി ഫാറ്റ് റെഡ്യൂസ് ചെയ്യണമെന്നില്ല. പിന്നെ പലപ്പോഴും നമ്മുടെ ബോഡി ഒരു പാനിക്ഡ് ആയി പോകും, ഫുഡൊന്നും കിട്ടുന്നില്ല, ഇതെങ്ങനെ മാനേജ് ചെയ്യും? അപ്പൊ ആ അവസ്ഥയിൽ ബോഡി ഈ ഡയബറ്റീസിലൊക്കെ സംഭവിക്കുന്ന പോലെ, ഡയബറ്റീസിൽ നമ്മൾ കാണാറുണ്ട്, ഒരു നല്ല വണ്ണമുള്ള ഒരു വ്യക്തി ഡയബറ്റീസ് ബാധിച്ചു, പ്രമേഹം ബാധിച്ച ഉടനെ മെലിഞ്ഞു, ശോഷിച്ചു, വല്ലാത്തൊരവസ്ഥയിൽ അവിടെ സംഭവിക്കുന്നത് ബോഡി തെറ്റിദ്ധരിച്ചുകൊണ്ട് ബോഡി പ്രോട്ടീൻസിനെ തന്നെ, നമ്മുടെ മസിൽസും പ്രോട്ടീൻസ് ആണല്ലോ, അതിനെ തന്നെ ഈറ്റ് ചെയ്യാൻ തുടങ്ങും, അതിനെ തന്നെ എടുക്കാൻ തുടങ്ങും, ആഗിരണം ചെയ്യാൻ തുടങ്ങും. അങ്ങനെ മസിൽസ് എല്ലാം വേസ്റ്റഡ് ആയിട്ട് നമ്മൾ മെലിഞ്ഞ് ഒരു വല്ലാത്ത കോലത്തിലായി മാറും. അപ്പൊ ഇതെല്ലാം ഫാസ്റ്റിങ്ങിലും സംഭവിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട്
നമ്മൾ എപ്പോഴും ഡയറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒരു ഡയറ്റ് മെഡിക്കലി ഫോർമുലേറ്റഡ് ഡയറ്റ് ആയിരിക്കണം. എപ്പോഴും അതൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്ററ്റിക് രീതി ആയിരിക്കണം. നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളത് എന്താണോ ആ രീതിയിൽ മാത്രമേ നമ്മളൊരു ഡയറ്റിലേക്ക് പോകാവുള്ളൂ. ഈ ഡയറ്റ് എടുത്ത് വരുമ്പം നമ്മൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കുറച്ച് നെഗറ്റീവ്സിൽ ഈറ്റിംഗ് ഡിസോർഡേഴ്സ് എന്ന് പറയും. അതായത് എനറക്സിയ നെർവോസ, എനറക്സിയ ബുലീമിയ എന്നൊക്കെ പറഞ്ഞ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. അത് ഒരു സൈക്കാട്രിക് ഇൽനെസ്സായി മാറുവാണ്. അത് പിന്നീട് നമ്മൾ ശരിക്കും അതിന് ഒരു മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പോയി അവിടുത്തെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വിദഗ്ധന്റെ മരുന്നുകൾ കഴിച്ചാൽ മാത്രമേ പലപ്പോഴും നമുക്ക് ആ കണ്ടീഷൻസ് അതൊക്കെ വന്നു ചേരുന്നത് ഡയറ്റിംഗ് എന്ന ഈ ഒരു എന്താ പറയുക ഹെൽത്ത് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂയിലേക്ക് നമ്മൾ ഏർപ്പെടുമ്പോഴാണ്, അങ്ങനെ ഒരു കാര്യം നമ്മൾ ചെയ്തു തുടങ്ങുമ്പോഴാണ്. അപ്പം നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇതുപോലത്തെ കുറെ അഡ്വേഴ്സ് എഫക്ട്സ്, പിന്നെ മൂത്രാശയ കല്ലുകൾ അല്ലെങ്കിൽ ഗോൾ ബ്ലാഡർ സ്റ്റോൺസ്, അതായത് പിത്താശയത്തിൽ കല്ലുകൾ ഉണ്ടാവുന്ന വെച്ചാൽ പിത്താശയത്തിൽ ഉണ്ടാവുന്ന ഈ പിത്തവെള്ളം നമ്മുടെ ഭക്ഷണം ദഹിപ്പിക്കാനുള്ളതാണ്. നമ്മൾ ഭക്ഷണം തീരെ കുറച്ച് കഴിഞ്ഞാൽ നാച്ചുറലി അത് അവിടെ കെട്ടിക്കിടന്ന് അത് സ്റ്റോൺ ഫോർമേഷനിലേക്ക് ലീഡ് ചെയ്യാം. ലിവർ ഡിസീസസ്, കരളിന് പലതരം രോഗങ്ങൾ ഉണ്ടാവാം. പിന്നെ ഇത് കൂടാതെ നമുക്ക് ഡീഹൈഡ്രേഷൻ, പെട്ടെന്ന് നമ്മുടെ ശരീരത്തിലെ വെള്ളത്തിന്റെ അംശം, ലവണങ്ങളുടെ അംശം തീരെ കുറഞ്ഞിട്ട് ഡീഹൈഡ്രേഷൻ പോലത്തെ കണ്ടീഷൻസ് വരാം. മാൽ ന്യൂട്രീഷൻ വരാം. നമ്മൾ ചെയ്യുന്ന ജോലിയിലേക്ക് ശ്രദ്ധിച്ച് നമ്മുടെ കാര്യങ്ങൾ നിറവേറാൻ പറ്റാണ്ട് വരാം. മൂഡ് ഡിസോർഡേഴ്സ് വരാം. പലപ്പോഴും ചിലർക്ക് ഡിപ്രഷൻ വരാം. ആങ്സൈറ്റീസ് കൂടുതലായിട്ട് വരാം. ഇതെല്ലാം ഡയറ്റിങ്ങിന്റെ അഡ്വേഴ്സ് എഫക്ട്സ് ആണ്. അപ്പം പിന്നെ ചില പ്രോട്ടീൻ ഡയറ്റ്സ് ഉണ്ട്, ലൈക്ക് കീറ്റോ ഡയറ്റ്സ്, GM ഡയറ്റ്സ്. ഇതൊക്കെ നമ്മൾ കുറെ സെലിബ്രേറ്റഡ്, ഇതെല്ലാം വർക്ക്ഔട്ട് ചെയ്യുമായിരിക്കും. പക്ഷെ ഇതിലൊക്കെ നമുക്കൊരു ട്രെയിനർ അല്ലെങ്കിൽ ഒരു മോണിറ്റർ ചെയ്യാനായിട്ട് ഒരു വിദഗ്ധന്റെ ആവശ്യമുണ്ടല്ലോ. അത് നമ്മൾ എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞ് നെറ്റിൽ നിന്ന് കണ്ട ഡയറ്റ്സ് ഒക്കെ ഫോളോ ചെയ്ത് നമ്മളെ തന്നെ റിസ്കിലാക്കേണ്ട. ബിക്കോസ് പ്രോട്ടീൻ്റെ എമൗണ്ട് ഒരു പരിധി കഴിഞ്ഞ് മിക്ക ഡയറ്റുകളിലും, ഇപ്പം കീറ്റോ ഡയറ്റിലോ അല്ലെങ്കിൽ GM ഡയറ്റിലോ ഒക്കെ നമ്മൾ കാണുന്ന ചില ഡയറ്റിൽ നമ്മൾ കാണുന്നുണ്ട് അവിടെ പ്രോട്ടീൻസിന്റെ ക്വാണ്ടിറ്റി വല്ലാണ്ടൊക്കെ കൂട്ടിക്കളയും. അതായത് പ്രോട്ടീൻ ഡൈജസ്റ്റ് ചെയ്യാൻ നമ്മുടെ ശരീരം സ്പെൻഡ് ചെയ്യണ എനർജിയാണ് അവിടെ വെയിറ്റ് ലോസിനോ അല്ലെങ്കിൽ ഡയറ്റിങ്ങിനോ ഷേപ്പ്ലി ആവാനോ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഇത് വരുമ്പോഴത്തേക്കും പ്രോട്ടീൻസിന്റെ മെറ്റബോളിസം കൂടുന്നത് കൊണ്ടുണ്ടാവുന്ന റീനൽ ഡിസീസസ്, നമുക്ക് കിഡ്നിക്കൊക്കെ പലതരം അസുഖങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യത ഈ ഡയറ്റിങ്ങിൽ നിന്ന് കൂടാനുള്ള സാധ്യതകളുണ്ട്. അപ്പം നമ്മളെപ്പോഴും ഓർക്കേണ്ടത് ഡയറ്റ് എപ്പോഴും ഒരു ബാലൻസ്ഡ് ഡയറ്റ് ആയിരിക്കണം. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഫുഡിന്റെ പാർട്സ്, അതായത് പ്രോട്ടീൻസ്, വൈറ്റമിൻസ്, മിനറൽസ്, കാർബോഹൈഡ്രേറ്റ്സ്, ഓയിൽസ്, വാട്ടർ, ഇതെല്ലാം അത്യാവശ്യം ബാലൻസ്ഡ് രീതിയിൽ കഴിച്ചുകൊണ്ട് ചെയ്യുന്ന ഡയറ്റിംഗ് മാത്രമേ ഒരു ബാലൻസ് അല്ലെങ്കിൽ ഒരു ഹോളിസ്റ്റിക് ഡയറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു ഫാഷനബിൾ ഡയറ്റ് ആയിട്ട് നമ്മൾ എടുക്കാൻ പോവുകയാണെങ്കിൽ പലപ്പോഴും നമുക്ക് നേട്ടത്തെക്കാൾ കൂടുതൽ കോട്ടത്തിലായിരിക്കും ഈ ഡയറ്റിംഗ് പ്രൊസീജിയേഴ്സ് നമ്മളെ എത്തിച്ച് നിർത്തുക.